ഇവിടെ കുറേ റിക്ഷാസ് നിർത്തിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ആൾക്കാരെ എൻട്രൻസ് വരെ, ഗ്ലോബൽ വില്ലേജിൻ്റെ എൻട്രൻസ് വരെ കൊണ്ടുവന്ന റിക്ഷാസാണിത്. ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് 31st ആയതുകൊണ്ട് ന്യൂ ഇയറിൻ്റെ ഫയർ വർക്ക്സ് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ 31st ഷൂട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ ഞാൻ ഇത് എയർ ചെയ്യുന്നത് ന്യൂ ഇയർ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളുള്ളത് ഗ്ലോബൽ വില്ലേജിലാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ എന്തൊക്കെയാണെന്നൊക്കെ നോക്കിയിട്ട് വരാം. നമുക്കിനി അകത്തേക്ക് നടന്നു നോക്കാം. അവിടെയാണ് എല്ലാ പെവലിയൻസും ഉള്ളത്. ഇവിടെ ഇപ്പോൾ ഫുഡ് സ്റ്റോൾസ് ആണ് നിങ്ങൾ ഈ രണ്ട് സൈഡിൽ കാണുന്നത്. പിന്നെ നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്തായിരുന്നു ആ ഒരു പെർഫോമൻസ് ഉണ്ടായത്. പണ്ട് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഇങ്ങനെ ടി വിയിൽ കാണിക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഒരാളെ എപ്പോഴും ഞാൻ ടി വിയിൽ കാണാറുണ്ട്. അപ്പോൾ ഇയാളെ കണ്ടപ്പം എനിക്ക് അതാണ് ഓർമ്മ വന്നത്. ഞാനിപ്പം സിറിയൻ്റെ പവലിയനിലാണ് കയറിയത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണല്ലേ നമുക്ക് നോക്കി നോക്കാം. ഈ ഒരു സമയത്ത് ആക്ച്വലി ക്രൗഡ് വളരെ കുറവായിരുന്നു. കാരണം നമ്മൾ ഫയർ വർക്ക്സിൻ്റെ ടൈമിൽ നിങ്ങൾ എൻ്റെ വീഡിയോയുടെ അവസാനം ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാരായിരുന്നു. നമുക്ക് ഇരിക്കാൻ സ്ഥലമില്ലാത്ത ഒരു എന്താ പറയുക ക്രൗഡായിരുന്നു നമുക്ക് അവിടെ ഉണ്ടായിരുന്നത്.
വിൻറ്റേജ് കാർഡ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സിറിയ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നെക്സ്റ്റ് പോയ പവലിയൻ ആഫ്രിക്കൻ്റെ ആണ്. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല കളർഫുള്ളായിട്ട് നല്ല രസമുണ്ട് കാണാൻ. ആഫ്രിക്കൻ പവലിയനിൽ കയറിയപ്പം ഞാൻ കൂടുതലായിട്ടും കണ്ടത് ഇങ്ങനെ ക്രീംസ് ഉണ്ടാവുമല്ലോ, ബോഡി ക്രീംസ്, ബോഡി ബട്ടേഴ്സ്, അങ്ങനത്തെ ഒരു എന്താ പറയുക സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളായിരുന്നു അവിടെ കൂടുതൽ. അതായത് എല്ലാ സ്റ്റോൾസിലും കോമൺ ആയിട്ട് കണ്ട ഒരു സംഭവം ഈ ബോഡി ബട്ടേഴ്സും ബോഡി സ്ക്രബ്സ് അങ്ങനത്തെ ഓരോ സംഭവങ്ങളായിരുന്നു. ഓരോ സ്റ്റോളിൻ്റെ മുന്നിലൂടെ പോകുമ്പോഴും അവർ നമ്മളെ വിളിച്ച് വരുത്തുമായിരുന്നു ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി. അങ്ങനെ ഞാനും ഒരു സ്റ്റോളിൽ പോയി പെട്ടു. അങ്ങനെ ആഫ്രിക്കൻ പവലിയനിൽ നിന്ന് ഞാൻ ഒരു ബോഡി സ്ക്രബും ഒരു ബോഡി ക്രീമും മേടിച്ചിട്ടുണ്ടായിരുന്നു. ദുബായിൽ വന്നിട്ട് എനിക്ക് കുനാഫ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലും ദുബായിൽ എന്താ ഒരു ടേസ്റ്റ് ഡിഫറൻസ് എന്ന് അറിയാൻ വേണ്ടി കഴിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ അവിടെ ചീസ് കുനാഫ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയ പോലെ തോന്നി. അപ്പോൾ നമ്മൾ ടർക്കീൻ്റെ പവലിയനിൽ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഫുഡ് സ്റ്റോൾസ് ആണ്. അപ്പോൾ എല്ലാം ഒരു തോണിയുടെ ഷേപ്പിലാണ് എല്ലാ സ്റ്റോൾസും. അപ്പോൾ നമ്മൾ നടന്ന് പോകുമ്പോൾ ഒരു എന്താ പറയുക ഒരു സെമി സർക്കിളിൽ ഫുൾ ഇങ്ങനെ ഫുഡ് സ്റ്റോൾസ് ആണ്. പിന്നെ ഇത് അതിൻ്റെ നടുക്കുള്ളൊരു ഫൗണ്ടൈൻ പോലത്തെ സംഭവമാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം തോണി സ്റ്റോപ്പ് ചെയ്ത് വെച്ച പോലെ അങ്ങനെയായിരുന്നു ഓരോ സ്റ്റോൾസും ഉണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ ഇപ്പോൾ ഏകദേശം 6 മണിയൊക്കെ കഴിഞ്ഞു. ഇപ്പോഴത്തെ ക്രൗഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഞാൻ ഈവനിങ് കാണിച്ചതിനെക്കാട്ടിലും ആൾക്കാർ ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ തിരക്കിട്ട് പോകുന്നത് എങ്ങോട്ടാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും? ടർക്കിയുടെ പവലിയനിലേക്കാണ് പോകുന്നത്. അവിടെ പോയിട്ട് കുനാഫ ട്രൈ ചെയ്യണം എന്നുള്ളൊരു ഹോപ്പിലാണ് ഈ ഓടിച്ചാടി പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ടർക്കിയുടെ പവലിയനിൽ പോയി നോക്കാം. ടർക്കിയുടെ പവലിയനിലുള്ളിൽ കൂടെ നടക്കുമ്പോൾ ഞാനവിടെ ബക്ലാവേൻ്റെ ഒരു ചെറിയൊരു ഔട്ട്ലെറ്റ് പോലെ ഒരു ഷോപ്പ് പോലെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനവിടെ നിന്ന് കുറച്ച് അസോർട്ടഡ് ബക്ലാവേഴ്സ് നാട്ടിലേക്ക് വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഞാൻ എൻ്റെ കുനാഫേനെ കണ്ടുപിടിച്ചു. അപ്പോൾ ടർക്കി പവലിയനിൽ നിന്നാണ് കണ്ടുപിടിച്ചത്. അവരതിൻ്റെ ഷുഗർ സിറപ്പിൽ നല്ലോണം മുക്കിയെടുത്ത് കട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് ക്രിസ്പായിരുന്നു. ഞാൻ ആദ്യം അവിടുന്ന് ഫ്രഷ് കുനാഫേൻ്റെ സ്റ്റോളിൽ നിന്ന് വെച്ചാൽ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരുന്നു. അപ്പോൾ അവരതിനെ കുറച്ച് ഗാർണിഷ് ചെയ്യാൻ പിസ്തയൊക്കെ ഇട്ട് 2 ഫോർക്കൊക്കെ വെച്ച് നല്ല ഡെക്കറേറ്റ് ചെയ്ത് സുന്ദരക്കുട്ടപ്പനാക്കിയിട്ട് ഞങ്ങളുടെ കയ്യിലേക്ക് തന്നു. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് ഞാൻ കുനാഫ ട്രൈ ചെയ്യാൻ പോവാണ് ദുബായിൽ നിന്ന്. അതിൻ്റെ ഒത്തൻറ്റിക് ടേസ്റ്റ് എനിക്ക് അറിയില്ല, നാട്ടിൽ മുഴുവൻ തവണ കഴിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് കുറച്ച് ഹോട്ടാണ്. അതിൻ്റെ മേലെ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടാണ് അവർ തരുന്നത്.
ഞാൻ നേരത്തെ കാണിച്ച ആ ഫ്രഷ് കുനാഫയുടെ ആ സ്റ്റോറിൽ നിന്ന് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറുതായിട്ടൊന്ന് നാവ് പൊള്ളി. അതുകൊണ്ടാണ് ഇത് കഴിക്കുമ്പോൾ എൻ്റെ മുഖത്ത് ആ ഒരു പേടി നിങ്ങൾ കാണുന്നത്. അല്ലാതെ ടേസ്റ്റ് വൈസ് ഇത് ഉഗ്രനായിരുന്നു. കുറച്ച് ക്രിസ്പായിരുന്നു എന്നേ ഉള്ളൂ. മറ്റേത് കുറച്ചും കൂടി സോഫ്റ്റ് ആയിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ ടർക്കിയിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ അടുത്ത പവലിയൻ അന്വേഷിച്ച് പോവാണ്. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു സാധനം കൂടെ അവിടെ നിന്ന് കഴിക്കണം എന്നുണ്ടായിരുന്നു. ആ സംഭവത്തിൻ്റെ ഒരു കുഞ്ഞ് സ്റ്റോളാണ് അവിടെ കാണുന്നത്. അവിടെ അത്യാവശ്യം റഷ് ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അപ്പോൾ നമ്മൾ അത് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഇതാണ് ആ സംഭവം. ഇത് നിങ്ങൾക്ക് അറിയെങ്കിൽ കമൻറ്റ് ചെയ്യൂ. പ്രൊനൗൺസിയേഷൻ എന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അപ്പോൾ ഞാൻ ഈ സംഭവം വിത്ത് ഡേറ്റ് സിറപ്പ് ആണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അതൊരു 15 പീസ് ഉണ്ടായിരുന്നു. അത്യാവശ്യം വയറ് ഫുള്ളായി ഇത് കഴിച്ചപ്പോഴേക്കും. ഈ റോഡ് ഓഫ് ഏഷ്യയുടെ ഉള്ളിലൂടെ നടക്കാൻ നല്ല രസമുണ്ടായിരുന്നു. കാരണം ഫുൾ ലൈറ്റ്സും ഫുൾ ഡെക്കറേറ്റഡ് ആയിട്ട് 2 സൈഡിലും ഒരു സ്റ്റോൾസൊക്കെ ആയിട്ട് ഒരു സ്ട്രീറ്റിലൂടെ നടക്കുന്ന ഒരു ഫീലായിരുന്നു. പിന്നെ ഇതിൻ്റെ ഉള്ളിലൂടെ പോയാലും നിങ്ങൾക്ക് കുറച്ച് പെവലിയൻസിൽ എൻട്രി ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലെബനൻ ഉണ്ട്, പാലസ്തീൻ, ചൈന, അങ്ങനെ കുറച്ച് പെവലിയൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ റോഡ് ഓഫ് ഏഷ്യയുടെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഈ പെവലിയൻസും കൂടി നിങ്ങൾക്ക് കവർ ചെയ്യാം. പിന്നെ ഇപ്പോൾ രാത്രി ആവുന്തോറും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൗഡ് കൂടി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് വ്ളോഗ് എടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചൈനയുടെ പവലിയനിൽ കയറിയിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ ഞാൻ കൂടുതൽ കണ്ടത് ഈ ടോയ്സാണ്, കുട്ടികൾക്കുള്ള സോഫ്റ്റ് ടോയ്സും അവരുടെ കളിപ്പാട്ടങ്ങളും, പിന്നെന്താണ് അങ്ങനത്തെ ബാഗ്സ്, ഇയർഫോൺസ്, അങ്ങനത്തെ നമ്മൾ എല്ലാ പവലിയൻസിലും ഇതൊക്കെ തന്നെയാണ് കാണുന്നത്. പിന്നെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ നമ്മൾ ചൈനയിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് ഇന്ത്യയിലേക്കാണ്. അപ്പോൾ ഈ നേരെ കാണുന്നത് ഇന്ത്യൻ്റെ പവലിയനാണ്. അപ്പം ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് ഇന്ത്യൻ പവലിയനിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യൻ പവലിയനിൽ നമ്മൾ കണ്ടത്. കുറച്ച് ബാഗ്സ്, സാൻഡൽസ്, പിന്നെ കുറേ ഡ്രസ് മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു, സൽവാർ ഉണ്ടായിരുന്നു, ഇന്ത്യൻ സ്പൈസസ്, ടീ, കോഫി പൗഡേഴ്സ്, വുഡൻ ഫേർണിച്ചർ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ കണ്ടു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു പെർഫോമൻസ് കാണാൻ മെയിൻ സ്റ്റേജ് വരെ പോയി. അപ്പോൾ അങ്ങനെ അവരുടെ പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞു. പിന്നെ ഫയർ വർക്ക്സിൻ്റെ ടൈമിങ്സൊക്കെ കാണിക്കാൻ തുടങ്ങി. 8 മണിക്ക് ചൈനയുടെ ഫയർ വർക്ക് ഉണ്ടായിരുന്നു, അത് നമ്മൾ മിസ് ചെയ്തു. കാരണം നമ്മൾ ആ സമയത്ത് എവിടെയോ കറങ്ങാൻ പോയിട്ട് ചൈനയുടെ ഫയർ വർക്ക്സ് നമുക്ക് മിസ്സായി. ഈ ബിലീവ് ഇറ്റ് ഓർ നോട്ട് എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവമുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരാൾ.
അപ്പോൾ ഈ മനുഷ്യൻ്റെ ഇപ്പുറത്ത് ഒരു സ്കെയിലുണ്ട്, അവിടെ പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൈറ്റ് നോക്കാം. നമ്മൾ ഹൈറ്റ് നോക്കുമ്പോൾ പുള്ളിക്കാരൻ എണീറ്റ് നിൽക്കും. നമ്മൾ പോയി കഴിഞ്ഞാലോ സുഖമായിട്ട് അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കും. ഇനി നിങ്ങൾ നോക്കിക്കോട്ടോ, ആരെങ്കിലും വന്ന് അടുത്ത് നിന്ന് കഴിഞ്ഞാൽ പുള്ളി എണീക്കും, അല്ലെങ്കിൽ അവിടെ സുഖമായിട്ടിരുന്ന് റെസ്റ്റ് എടുക്കും. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? അങ്ങനെ പിന്നെ നമ്മൾ പോയത് കൊറിയയുടെ പവലിയനിലാണ്. ഒന്നും പറയണ്ട, അവിടെ തിരക്കായിരുന്നു. നമ്മൾ മുട്ടി നിന്നിട്ടാണ് ആ ഒരു പവലിയൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയോ നമ്മൾ പുറത്തിറങ്ങിയത്. അത്രയ്ക്കും റഷായിരുന്നു. പിന്നെ രാത്രി ഓൾമോസ്റ്റ് ലേറ്റ് ആവാനും തുടങ്ങി. അപ്പം അങ്ങനെ കൊറിയയുടെ പവലിയനിൽ നിന്ന് ഞങ്ങൾ എങ്ങനെയൊക്കെയോ പുറത്തിറങ്ങി. പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ വേറെ പവലിയൻസിൽ പോകാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. കാരണം അപ്പോഴേക്കും ലേറ്റായി, നമ്മൾ തന്നെ ടയേർഡായിപ്പോയി. അങ്ങനെ നമുക്ക് എവിടെയെങ്കിലും ചെന്നൊന്ന് ഇരുന്നാൽ മതിയായിരുന്നു. അപ്പം അങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു സംഭവം കണ്ടു, സ്നോ ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അവിടെ ഇങ്ങനെ സ്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇങ്ങനെ എന്താ പറയുക, സ്മൂത്ത് ആയിട്ടുള്ളൊരു സർഫസ് ആണ്. ഇനി എന്താണ്, ഐസാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ കുറച്ച് കുട്ടികളും വലിയ ആൾക്കാരും ഒക്കെ ഇങ്ങനെ സ്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടുന്ന് ഞങ്ങൾ വേറെ ഒരു സ്ഥലത്ത് പോയി ഇരുന്നു. ഈ ഒരു എന്താ പറയുക, റൈഡ്സിൻ്റെ ഒക്കെ പരിസരത്തായിട്ടാണ് ഫയർ വർക്ക്സ് നടക്കുന്നുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ അങ്ങനെ അവിടെ പോയിരുന്നു. ഇത് തായ്ലൻഡിൻ്റെ പവലിയനാണ്. ഞങ്ങൾ കയറിയിട്ടില്ല, ഞങ്ങൾ ജസ്റ്റ് പുറത്തുനിന്ന് ഷൂട്ട് ചെയ്ത് പിന്നെ അവിടെ പോയി ഇരുന്ന്. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം എത്ര ആൾക്കാരാണ് വരുന്നതും പോകുന്നതും. ഈ ക്രൗഡൊന്നും അല്ല, ഇനി ഇത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരിയും കൂടെ കൂടുന്നുണ്ട്. അപ്പം അങ്ങനെ അതൊക്കെ ഷൂട്ട് ചെയ്ത് ടയേർഡായി ഇരിക്കുകയാണ്. രാവിലെ വൈകുന്നേരം വന്നപ്പോൾ ഉള്ള ഫ്രഷ്നെസ് ഒന്നും പിന്നെ നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് കാണാൻ പറ്റില്ല. അതിൻ്റെ ഫയർ വർക്ക്സ് ഉണ്ടായിരുന്നു. 9 മണിക്ക് തായ്ലൻഡിൻ്റെ ഫയർ വർക്ക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ചൈനയുടെ ഞങ്ങൾ കണ്ടില്ല, തായ്ലൻഡിൻ്റെ ആണ് ഇപ്പം നിങ്ങൾ കണ്ടത്. ഇനി 10 മണിക്ക് ബംഗ്ലാദേശിൻ്റെ ഫയർ വർക്ക്സ് ഉണ്ട്. 10:30-ക്ക് ഇന്ത്യൻ്റെ ഫയർ വർക്ക്സ് ഉണ്ട്. പിന്നെ പാകിസ്ഥാൻ്റെ 11 മണിക്ക് പാകിസ്ഥാൻ്റെ ഫയർ വർക്ക്സ് ഉണ്ട്. 12 മണിക്ക് പിന്നെ UAE-ൻ്റെ ഫയർ വർക്ക്സ് ഉണ്ട്. പിന്നെ 1 മണിക്ക് ടർക്കി ഉണ്ട്. ഇരുന്ന് എത്ര മണിയായി? 10 മണിയായി. അതാ അവിടെ തന്നെ, അവിടെ
15 മിനിറ്റ്സിൽ ഇന്ത്യൻ്റെ ആവും. ഇപ്പോൾ ഓൾമോസ്റ്റ് 10-15 കഴിഞ്ഞു UAE-ൽ. അപ്പോൾ ഒരു 10:30 ആകുമ്പോൾ ഇന്ത്യൻ്റെ ഫയർ വർക്ക്സ് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് വേണം എണീക്കേണ്ടത് തീരുമാനിക്കാൻ. പിന്നെ നെക്സ്റ്റ് ഫയർ വർക്ക്സ് ഉള്ളത് 11 മണിക്ക് പാകിസ്ഥാൻ്റെ ഉണ്ട്. അത് കഴിഞ്ഞാൽ 12 മണിക്ക് UAE ഉണ്ട്. നമ്മൾ എന്തുകൊണ്ട് എണീക്കാതെ വെച്ചാൽ ഇവിടെ ഫുൾ ക്രൗഡഡ് ആണ്. അപ്പോൾ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ സീറ്റ് കിട്ടുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. ഭയങ്കര എന്താ പറയുക, ഒരാൾ എണീക്കാൻ കാത്തിരിക്കാം. നമ്മൾ കൊറിയയുടെ പവലിയനിൽ പോയി, ഭയങ്കര റഷായിരുന്നു. റഷ് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ മുട്ടിയായിരുന്നു നടക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് അധികം അവിടുത്തെ വീഡിയോസ് എടുക്കാൻ പറ്റില്ല. ഏതൊരു പവലിയനിലാണെങ്കിലും നമുക്ക് അധികം വീഡിയോസ് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം ഫുൾ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ അവർ എടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഇങ്ങനെ സ്റ്റോറൊക്കെ നോക്കി പോയി. ഇനി ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞാൽ ഇന്ത്യൻ്റെ ഫയർ വർക്ക്സ് കാണാം. 7, 6, 5, 4, 3, 2, 1. Happy New Year, India! UAE-യുടെ ഫയർ വർക്ക്സ് ചെയ്യാം. അങ്ങനെ പാകിസ്ഥാൻ്റെ ഫയർ വർക്ക്സ് കണ്ടു. ഇനി നമുക്ക് UAE-യുടെ മാത്രമേ ബാക്കിയുള്ളൂ. അത് 12-ന്. അപ്പം നമുക്ക് ഇനി ഒരു 1 hour വെയിറ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് 12 hour-ആയി. ഉറക്കം വന്നിട്ട് വയ്യ. ഫുൾ ആൾക്കാരൊക്കെ ഉണ്ട്. എൻ്റെ കണ്ണൊക്കെ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഉറങ്ങാണ്ട് രാത്രിയായി. അപ്പം അങ്ങനെ നമ്മുടെ UAE-യുടെ ഫയർ വർക്ക്സിന് വേണ്ടിയിട്ടാണ് ഈ കണ്ട ജനങ്ങൾ മുഴുവൻ വെയിറ്റ് ചെയ്യുന്നത്. അത്രയ്ക്കും ക്രൗഡായിരുന്നു. അപ്പം നമ്മൾ അവിടെ നിന്ന് എണീക്കാത്തതിൻ്റെ റീസൺ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എണീറ്റാൽ പിന്നെ നമുക്ക് ഇരിക്കാനൊരു സ്ഥലം നിങ്ങൾ നോക്കണ്ട.
വർക്ക്സ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഡിന്നർ കഴിക്കുകയാണ്. നൂഡിൽസ് വാങ്ങി കഴിച്ചു. കാരണം നമുക്ക് വേഗം വീട്ടിൽ പോകണം. ട്രാഫിക് കൂടുതലാവുന്നതിന് മുന്നേ വേഗം കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ടർക്കിയുടെ ഫയർ വർക്ക്സിനൊന്നും ഞങ്ങൾ നിന്നില്ല. അപ്പോൾ വേഗം തന്നെ കഴിച്ചിട്ട് പോവാണ്. ഇന്നത്തെ വ്ളോഗ് അത്യാവശ്യം ലെങ്തി ആണെന്ന് അറിയാം. അപ്പോൾ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. മാക്സിമം ഞാൻ ഷോർട്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ സമയം എടുത്ത് കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇന്നത്തെ വ്ളോഗ് ഇവിടെ തീരുകയാണ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഓക്കെ, വീണ്ടും ഒരു വ്ളോഗായിട്ട് കാണാം.